2025 നവംബർ 10 ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടക്കുന്നു. തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു ഹെഡ്ലൈനാണ് വൈറ്റ് കോളർ ടെററിസം. വൈറ്റ് കോളർ ടെററിസം എന്തെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ പറയുന്ന ഒരു വീഡിയോയാണ് ഇത്. വൈറ്റ് കോളർ ടെററിസം എന്നാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും മാന്യമായ ജോലിയും നല്ല സാമ്പത്തിക ഭദ്രതയുമുള്ള പ്രൊഫഷണലുകൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ, ഇവർ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെയാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത്. സാധാരണ ഭീകരവാദ പ്രവർത്തനത്തിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. അതിലെടുത്തു പറയുന്ന ഒരു സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ, ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ തൊഴിലില്ലാത്തവരോ ദരിദ്രരോ ആയിരിക്കില്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയവരും സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവരുമായിരിക്കും. കൂടാതെ ഇവർ സാങ്കേതിക വിദ്യയും തന്ത്രങ്ങളും ഉപയോഗിച്ച് അതീവ രഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇതിനു വേണ്ടിയുള്ള പണം ഇവർ സ്വന്തം വരുമാനത്തിൽ നിന്നോ സന്നദ്ധ സംഘടനകളുടെയോ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയോ മറവിലുള്ള ഫണ്ട് ശേഖരണത്തിലൂടെയോ കണ്ടെത്തുന്നു. ഇതിലേക്ക് ആളുകളെ കണ്ടെത്തുന്നത് പ്രൊഫഷണൽ അക്കാദമിക് നെറ്റ്വർക്കുകളിലൂടെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, മതപരമായ ആശയങ്ങളുടെയോ പ്രത്യയ ശാസ്ത്രങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, തങ്ങളുടെ വിദ്യാഭ്യാസവും അറിവും ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയോ നേരിട്ട് പങ്കെടുക്കുകയോ ചെയ്യുന്ന പുതിയ തരം ഭീകരവാദ ഭീഷണിയാണ് വൈറ്റ് കോളർ ടെററിസം.